മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ, മാസങ്ങളിൽ നല്ല കന്നിമാസം. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ, മാസങ്ങളിൽ നല്ല കന്നിമാസം. കാട്ടുമരങ്ങളിൽ കരിവീട്ടിയാണു നീ, വീട്ടുമൃഗങ്ങളിൽ സിന്ധിപ്പശു. ദാനശീലത്തിലോ കർണൻ്റെ ചേച്ചി നീ, കാണുന്ന പുഴകളിൽ പമ്പയല്ലോ. കാറിൻ്റെ കൂട്ടത്തിൽ പുത്തൻ ഫിയറ്റു നീ, കായൽ തീരകളിൽ കൈതപ്പുഴ. പച്ചമരുന്നുകളിൽ പലകപ്പയാണു നീ, അച്ചാറിൻ കൂട്ടത്തിൽ ഉപ്പുമാങ്ങ. അച്ചാറിൻ കൂട്ടത്തിൽ ഉപ്പുമാങ്ങ. പൂരങ്ങളിൽ വെച്ച് തൃശ്ശൂർ പൂരം, പൂരങ്ങളിൽ വെച്ച് തൃശ്ശൂർ പൂരം. പൂരങ്ങളിൽ വെച്ച് തൃശ്ശൂർ പൂരം, താരങ്ങളിൽ വെച്ച് വൈജയന്തി. സിനിമാ താരങ്ങളിൽ വെച്ച് വൈജയന്തി. കേട്ടില്ലേ? മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ. അപ്പം എല്ലാത്തിലും നല്ല നല്ല സാധനങ്ങളാണ് എൻ്റെ നായിക എന്നാണ് പറയണത്. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. ആ മാങ്ങയെ കുറച്ച് സംസ്കരിക്കാൻ പോവാണ് ഞാൻ. പച്ച മാങ്ങ, നാട്ടുമാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങ. അപ്പോൾ ഒരു മോഹത്തിന് ഒരു 10 മാങ്ങ എടുത്ത് ഞാൻ ഈ പാത്രത്തിൽ ഉപ്പിലിട്ടു. ഉപ്പിലിടാന്ന് വെച്ചാൽ ഇതിലിത്തിരി ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട്, ചൂനിയ മുളക്, നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട പോലെ തന്നെ മുളകിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി ചൊറുക്കി ഒഴിച്ചിട്ടുണ്ട്, ഉപ്പിലൊന്നും വരാതിരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നിറം മാറി തുടങ്ങി. അന്നേരം രാവിലെ ഇട്ട് വെച്ചു കേട്ടോ, 10 എടുത്തിട്ട്. ഇത്ര മതി, ഒരു മോഹത്തിന് മാത്രം. ഉപ്പുമാങ്ങ അധികം കഴിക്കാൻ പാടില്ല എന്നറിയാലോ. എങ്കിലും നമുക്ക് ഒരു മോഹത്തിന് കർക്കിടക മാസമൊക്കെ വരുമ്പോഴേ ഉപ്പുമാങ്ങയ്ക്ക് നല്ല ഡിമാൻഡാണ്. നല്ലോണം മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഉപ്പുമാങ്ങ. ഉപ്പുമാങ്ങ എടുത്തിങ്ങനെ പൂളിയിട്ട് അതിൽ മുളകൊക്കെ ഉടച്ച് കഞ്ഞി കുടിക്കാനോ ചോറുണ്ണാനൊക്കെ എടുക്കാം. അപ്പോൾ ഉപ്പുമാങ്ങ ഇല്ല, മാങ്ങ ഉണ്ടായിട്ട് എന്തേ ഉപ്പുമാങ്ങ ഉണ്ടാക്കാൻ എന്ന് ആരും ചോദിക്കണ്ട. അതിന് വേണ്ടി ഞാനൊരു 10 മാങ്ങ, ഓൺലി 10. പണ്ടൊക്കെ നമ്മൾ വലിയ ഭരണിയിലുണ്ടല്ലോ, ഒരു പുറകുള്ള ഭരണിയുണ്ട് എൻ്റെ വീട്ടിൽ കേട്ടോ. ആ ഭരണി നിറച്ച് മാങ്ങ ഇട്ട് ഉപ്പിട്ട് വയ്ക്കും. അതിൽ നിന്ന് എടുക്കുക, ചമ്മന്തി അരയ്ക്കുക, അച്ചാറുണ്ടാക്കുക, പലതരത്തിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ വേണ്ട കേട്ടോ. ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് തുടങ്ങിയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്ക് ബാധിച്ചു. പണ്ടുണ്ടായിരുന്നുണ്ടാവും. പണ്ടാരും പരിശോധിക്കാറില്ല, രക്തം പരിശോധിക്കുക. ഇപ്പം അങ്ങനെയല്ല, എല്ലാം നോക്കുകയാണ് അല്ലേ. ആരോഗ്യത്തെ എല്ലാവരും സംരക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പം നോക്കുമ്പോഴാണ് മനസ്സിലാവണേ, ഓ എനിക്കിപ്പോൾ ഒരു കൊളസ്ട്രോൾ വന്നു, കുറേ കൂടി കഴിയുമ്പോഴേക്കും പ്രഷർ വരുന്നു, ഇനി ഷുഗറും കൂടി വരാനുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. മാഷക്കാണെങ്കിൽ ഇത് പറ്റില്ല, ചീത്ത പറയണേ. എന്നാലും ഞാൻ മോഹത്തിനുണ്ടാക്കിയതാണ്. ഒരെണ്ണൊക്കെ എടുത്ത് ഉപയോഗിക്കാം, രസത്തിക്ക് കൊടുക്കാം, ഞാൾക്കൊക്കെ വേണ്ടച്ച കൊടുക്കാം. പിന്നെ കുറച്ചെടുത്ത് ചെത്ത് മാങ്ങ ഉണ്ടാക്കാമെന്ന് വെച്ചു. ചെത്ത് മാങ്ങ ഇങ്ങനെ ചെത്തിയിട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ നാളെ മാങ്ങക്കറി ഉണ്ടാക്കി. ചെത്ത് മാങ്ങ, മൂപ്പാവാത്ത മാങ്ങ വേണം. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ ചുവപ്പ് നിറമായിട്ടുണ്ടെങ്കിൽ ഞാനത് എടുക്കില്ല കേട്ടോ. ഇതായിട്ടില്ലേ, നല്ല പച്ച മാങ്ങയല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ ഈ അടിയിൽ നിന്നോട്ട് നന്നായിട്ട് ഇങ്ങനെ പൂളുന്നത് അതിങ്ങനെ. അപ്പോൾ മാങ്ങ ചുണയുണ്ട്. പണ്ട് കണ്ടിട്ടില്ലേ, കുട്ടികളൊക്കെ ഇങ്ങനെ കടിച്ചു തിന്നിട്ടേ, പഴുക്കുമ്പോഴൊക്കെ കടിച്ചു തിന്ന് ചുണയുണ്ടാവും. ആ ചുണ ഇങ്ങനെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിറയെ പൊള്ളി പഴുക്കുകയൊക്കെ ചെയ്യും. പണ്ടത്തെ കാലത്ത് കുട്ടികളുടെ മുഖത്തൊക്കെ ചുണ്ടും വായൊക്കെ പൊള്ളിയിരിക്കണ കാണാം. ഇപ്പം അങ്ങനെ ആരും ചെയ്യില്ല. ഒന്നാമത് കുട്ടികൾ തന്നെ തിന്നില്ല, പൂളി കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ.
അപ്പോൾ ഇതിങ്ങനെ ചെത്താം. ഇന്നലെ രാത്രി എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ മാങ്ങയിൽ നിന്ന് 12 മാങ്ങ എടുത്തിട്ട് ചെത്തി വയ്ക്കാൻ തീരുമാനിച്ചു. ചെത്ത് കറി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ നടപടിയാണിത്. കഴുകിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ട് വെച്ചു. നേരത്തെ തന്നെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാത്രം പഴുത്തതായിരുന്നു, നന്നായിട്ട് ചനച്ചതാ, മധുരം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ ചെത്തി. 12 മാങ്ങയാണ് ചെത്തിയെടുത്തത്. ഇത്രയും ഉണ്ടായിരുന്നു. ഈ പാത്രത്തിൽ നിറയെയാണ്. അപ്പോൾ ഉപ്പ് കൂട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ 2 പാത്രത്തിലാക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. വലിയൊരു പാത്രം എടുത്താൽ മതിയായിരുന്നു അല്ലേ? അപ്പം എനിക്കങ്ങനെ തോന്നിയില്ല. അപ്പം ഞാൻ 2 ചില്ലിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ ഉപ്പും ഒക്കെ ചേർക്കാൻ തീരുമാനിച്ചു. കല്ലുപ്പാണ് ഇടണത്. ഉപ്പ് കുറച്ചിട്ടു, ഇളക്കി വയ്ക്കുക. എന്നിട്ട് പോരായ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നന്നായിട്ട് ഇളക്കി. ഈ മാങ്ങ കണ്ടോ, ഒരു മാങ്ങ മാത്രം ബാക്കി. നല്ല മധുരം ഉണ്ടാവും കേട്ടോ അതിന്. നല്ല സ്വാദ്. അത് ഞാൻ തിന്നട്ടെ. ഇത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഒരുപാട് മാങ്ങയുണ്ട് നമ്മുടെ വീട്ടിൽ. മുളകൊന്നും ഇല്ലെങ്കിൽ അപ്പം ഇങ്ങനെ ചെത്തിയിട്ട് എല്ലാം ചെത്തിയിട്ട് ഇതുപോലെ ഉപ്പ് ചേർത്തിട്ട്, മുളക് ചേർക്കാൻ പിന്നെ ചേർക്കാമെന്ന് വയ്ക്കും. ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയിട്ട് വലിയൊരു പാത്രത്തിലാക്കി വയ്ക്കുകയാണ് ചെയ്യുക. എന്നിട്ട് മുളക് പൊടി കിട്ടുമ്പോൾ അതിൽ ചേർക്കും. അപ്പം ഞാനങ്ങനെയല്ല, സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു കേട്ടോ. എൻ്റെ ചെറിയ ടീസ്പൂണാണല്ലോ, അതിൽ ഇട്ടു. മൊത്തം 2 എന്ന് പറയാം അല്ലേ. പിന്നെ ഇനി എരിവ് നല്ലോണം ഉണ്ട് ഈ മുളക് പൊടിക്ക്. അത് കാരണം കൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയും കൂടി ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. കളർ ഉണ്ടാവണമെങ്കിൽ കാശ്മീരി ചില്ലി ഇടണം. നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ ഉപ്പും മുളകൊക്കെ ചേർന്നു. ഇനി കാശ്മീരി ചില്ലി 1 സ്പൂൺ ഇതിലിട്ടു. 1 സ്പൂണ് കഴിഞ്ഞോട്ട് ഇതിലിട്ടു. ഇനി കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് ഫുള്ളായിട്ട് ഇടാനാണ് എനിക്ക് തോന്നണത് കേട്ടോ. അത് ഞാൻ ഫുള്ളിടും ഇതിൽ. അപ്പോഴൊരു കളറൊക്കെ വരുള്ളൂ. ഇപ്പോഴും ശരിയായിട്ട് കളർ വന്നിട്ടില്ല അല്ലേ? ഒക്കെ ഇടാൻ പോവാണ് കേട്ടോ. എല്ലാം ചേർത്തു. എന്നിട്ട് ഒരുമിച്ച് ആക്കി വയ്ക്കാം നമുക്ക്. ഇപ്പോൾ മുളകും ഉപ്പും ഒക്കെ 2 പാത്രത്തിലെയും ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2ഉം കൂടി ഞാൻ ഒരു പാത്രത്തിലാക്കി വെക്കാൻ പോവാം. മുൻപ് ഇരുന്ന അതേ പാത്രത്തിലേക്ക് ആക്കി ഒതുങ്ങി അവിടെ ഇരിക്കട്ടെ. നേരത്തെ ഇത്ര തന്നെ ഉണ്ടായിരുന്നല്ലോ. അതങ്ങനെ ഒതുക്കിയിട്ട് അടച്ച് വയ്ക്കാം. ടൈറ്റായിട്ട് അടച്ച് വയ്ക്കാം. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പണികളൊക്കെ ഒരുവിധം കഴിയുമ്പോൾ കണ്ടോ അടച്ച് വെച്ചു ഞാൻ. രാവിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നു. ഉപ്പുമാങ്ങ നിങ്ങളെ കാണിച്ചു തന്നൂല്ലോ. കുറഞ്ഞു കണ്ടോ. ഈ പാത്രം നിറയെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി നിറച്ചുണ്ടായിരുന്നു. ഞാനതിൽ കല്ലുപ്പാണ് ഇട്ടത്. കണ്ടില്ലേ, ചിലത് അലിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് മുളക് പൊടി, അതായത് 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് വെച്ചു. അതിന് വെള്ളമായി കണ്ടോ. മാങ്ങയുടെ വെള്ളം മാത്രമേ ഉള്ളൂ. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. കഴുകിയ വെള്ളം പോലും ഉണങ്ങിയതിന് ശേഷമാണ് മാങ്ങ ഉപ്പൊക്കെ പാകം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ഇതാകെ മുളക് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിൽ ചേർക്കേണ്ട 2 സാധനം ഉലുവ, കായമാണ്.
ഉലുവയും കായൊക്കെ ഇപ്പം ചേർത്ത് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് എടുക്കാനായിട്ട് വെച്ചേക്കണ മാങ്ങയാണ്. ഇപ്പം ചേർക്കണില്ല ഇതിൽ ഞാൻ. ഇപ്പം തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഉലുവയും കായും ചേർക്കാം. പക്ഷേ ഞാനിത് കുറേ നാളത്തേക്ക് എടുത്ത് വെക്കിയ കാരണം കൊണ്ട് ഇങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. നമുക്ക് എടുക്കണ സമയത്ത് ആവശ്യത്തിന് എടുക്കുക, ആവശ്യത്തിന് അതിൽ ഉലുവയും കായും ചേർക്കുക. അപ്പം ഞാൻ ഈ കുപ്പിയിലാക്കിയിട്ട് വെക്കുകയാണ്. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പാകം വരും. പെട്ടെന്ന് പാകം വന്നാൽ പഴക്കം പോലെ തോന്നും നമുക്ക്. അതുകൊണ്ട് ഞാൻ ഈ കുപ്പിയിലാക്കി വെക്കുന്നത് കുപ്പി ഭരണിയാണ്. ഇതാക്കാം, ഇതിലേക്കുള്ളത് ഉണ്ടാവുള്ളൂ. ഉള്ളിലേ ഉള്ളൂ അല്ലേ? കൊള്ളും. കൊണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിട്ട് ഉപയോഗിക്കാം അല്ലേ? പാത്രം നിറഞ്ഞു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഇതിലൊഴിക്കാം കേട്ടോ. മുകളിൽ ഒഴിച്ച് വയ്ക്കാം. ഇങ്ങനെ അടച്ച് വയ്ക്കുകയാണ്. പറഞ്ഞു ഇത് ഞാൻ ഇപ്പോൾ എടുക്കില്ല, കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിലാണ് വെക്കണം കേട്ടോ. പെട്ടെന്ന് പാകമാവണ്ട. നമുക്കിതിന് ഇപ്പോൾ മുളകും ഉപ്പും മാത്രമല്ല ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായ ഇടാം. ഞാനിപ്പോൾ ഉപയോഗിക്കാനായിട്ട് പ്രസൻറ്റ് ഉപയോഗിക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കായം, അതുപോലെ 1/2 ടീസ്പൂൺ ഉലുവ. ഇത് രണ്ട് കായം ഉലുവയും പച്ചയാണല്ലോ ഇട്ടിക്കുന്നത്. കായം ഇട്ടുണ്ട്, ഉലുവ ഇട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചൂടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വരുന്നോ? മാങ്ങക്കറി ബാക്കി വന്നത് കേട്ടോ. ഞാൻ സൂക്ഷിക്കാനായിട്ട് ഉണ്ടാക്കിയ മാങ്ങ അച്ചാറ്. അതിൽ ഉപ്പും മുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് എടുക്കുന്ന സമയത്താണ് അതിൽ ഞാൻ ഉലുവയും കായൊക്കെ ചേർക്കുക. ഇത് ബാക്കി വന്നതാണ് കേട്ടോ, കൊള്ളില്ല പാത്രത്തിൽ. അപ്പോൾ ഇതിൽ ഞാൻ ഉലുവയും കായൊക്കെ ചേർത്തു, വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിച്ചു. ഇപ്പോൾ ഉപയോഗിക്കാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? ആയെങ്കിൽ കേട്ടോ മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ,